ഹംഗ്രി മൃണാൾ, അത് എടപ്പള്ളി ഹംഗ്രി മൃണാളല്ല, തൃപ്പൂണിത്തറയിലുള്ള ഹംഗ്രി മൃണാളിൽ ഫുഡ് കഴിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു പുഴുവിനെ കിട്ടി. ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികൾ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി അണ്ണന്റെ സ്വഭാവം മനസ്സിലാവും. നമുക്കൊന്ന് ആലോചിച്ചാൽ പോരെ, 1 കിലോ കോഴിക്ക് എന്താ വില എന്ന് നമുക്കറിയില്ലേ? അപ്പൊ 1 കിലോ കോഴിയിൽ നിന്ന് 8 ഷവർമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 ഷവർമേ കിട്ടുള്ളൂ. അപ്പൊ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം, അതിന് എത്ര രൂപയാവും? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പൊ 50 രൂപയ്ക്ക് ഷവർമ വെക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാതിരിക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിക്കൂലേ? വളരെ കറക്റ്റ് കാര്യമല്ലേ പുള്ളി പറഞ്ഞേ. അതാണ് അണ്ണന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ വളരെ കറക്റ്റ് കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അണ്ണന്റെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അണ്ണനത് മാറ്റി പറയും. കാണിച്ചു തരാം. 50 രൂപയുടെ ഷവർമ കിട്ടില്ലോ, സൂപ്പർ. ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രഷ് പുഴുവാണ് കേട്ടോ, ഫ്രഷ് പുഴുവാണ്. വാഴയിലേക്കകത്താണ് പുഴു ഇരിക്കുന്നത്. പുഴു 1 2 പുഴുവായാലും കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. നോട്ട് പോയിന്റ്. അവരുടെ കയ്യിലും പുഴു ഇരിപ്പുണ്ട്. മൃണാളെണ്ണം കണ്ടു കഴിഞ്ഞാൽ പൊന്നുമക്കളെ ഫ്രഷ് പുഴുവാണ്. അതിന്റെ പൈസയും മേടിച്ച് അതിന്റെ GST അടപ്പിച്ചിട്ട് നിന്നെയൊക്കെ മിക്കവാറും വിടത്തുള്ളൂ. ഇനി ഈ മൃണുമോൻ തന്നെ ഇവരുടെ തൃപ്പൂണിത്തറ ബ്രാഞ്ചിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വെക്കാം. അതായത് വേറെ ആരും കണ്ടുപിടിച്ചു കൊണ്ടതൊന്നുമല്ല. എന്റെ തൃപ്പൂണിത്തറ റെസ്റ്റോറന്റ് ആണ് ഇതിനു മുമ്പേ തുടങ്ങിയത്. അവിടെ പുറകില് ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ പ്രോപ്പർട്ടി അല്ല. ഈച്ച വരികയാണ്, എലി വരികയാണ്. അപ്പൊ തൃപ്പൂണിത്തറ റെസ്റ്റോറന്റിൽ പുഴുവും കൂടെ വന്നതാണോ ഇല്ലയോ എന്ന് അണ്ണനത് ഉറപ്പ് വരുത്തിയിട്ടൊന്ന് പറയണം. പുള്ളിക്കാരൻ തന്നെ പറയാറുണ്ട്, എലിയും പൂച്ചയൊക്കെ വരാറുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ പുഴുവിന്റെ കാര്യം കൂടെ അണ്ണൻ ഞങ്ങൾ ഏറ്റെടുത്തോണം. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട.